നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി വിചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി പരീക്ഷ SSLC 2025 സുഗമ നാളെയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഇതാണ് നിങ്ങളുടെ ഗൈഡായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ 3 മോഡൽ ക്വസ്റ്റ്യനാണ് കൊടുത്തിട്ടുള്ളത്. 1ൻ്റെയും 2ൻ്റെയും വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ടില്ലാത്ത കുട്ടികളും അതുപോലെ തന്നെ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ചേരാത്ത കുട്ടികളും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു മോഡൽ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ആനുവൽ എക്സാമിന് ഇതേ രീതിയിലായിരിക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കുറേശ്ശെ നീക്കി പോവാം, കാരണം പലർക്കും ഇത് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് മോഡലും സെക്കൻഡ് മോഡലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3rd മോഡലാണ് ഞാനിപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു 3ാമത്തെ പാർട്ട് കൂടെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതാണ് ഇപ്പം ഈ സമയം ലേറ്റായിപ്പോയി, എന്നാലും ഒന്നും റെഡി ചെയ്യണം കേട്ടോ. അപ്പോൾ 3ാമത്തെ പാർട്ടിൻ്റെ വീഡിയോ പറയാം. അപ്പോൾ ഇതാണ് 3ാമത്തെ മാതൃകാ ചോദ്യ പേപ്പർ. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഗുട്ലിയാണ്. ഗുട്ലി तो पराई है. जैसे तैसे पूजा पाठ के बाद कार्ड हाथ में आया तो गुटली का मुँह उतर गया. कार्ड കൈ കിട്ടിയതും കുട്ടിയുടെ മുഖം അങ്ങ് വാടി. വഹ താവുജിക്ക് പാസ് ജാക്കർ ബോലി. അവൾ താവുജിയുടെ അടുത്ത് പോയി പറയാണ്, ദേക്കിയെ ഫയ്യ മേരാ നാം കാർഡ് മേ ചപ്പുവാന ഭൂൽ ഗയ. എൻ്റെ പേര് കാർഡിൽ അടിക്കാൻ മറന്നുപോയി. താവുജി ബോലെ ഫുലാ നഹീര. അപ്പോൾ താവുജി പറയാണ്, മറന്നിട്ടല്ല, അപ്പനെ ഗർക്കി ചോരിയോ കെ നാം കാർഡ് പർ നഹി ചപ്തേ. പെൺകുട്ടിയുടെ പേര് കാർഡിൽ അടിക്കാറില്ല. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഉദാസ് ഹോന കേലിയെ പ്രയുക്ത് ശബ്ദ്. ഉദാസ് വെച്ചാൽ മുഹ ഉത്തർന. കിസ്ക മുഹ ഉത്തർ ഗയ ഓർ ക്യോ. ആരുടെ മുഖമാണ് വാടിയത്, എന്തുകൊണ്ടാണ് വാടിയത്? ഗുട്ലീക്ക. ക്യോങ്കി ദീദി കി ഷാദി കെ കാർഡ് പർ ഉസ്കാ നാം നഹി താ. ദീദിയുടെ കാർഡിൽ, കല്യാണ കാർഡിൽ അവളുടെ പേര് വന്നിട്ടില്ല. അത് കണ്ടിട്ടാണ് അവിടെ മുഖം വാടിയത്. താവുജി കെ വ്യവഹാർ സെ ആപ് സഹമത് ഹേ ക്യാ. താവുജിയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പനെ വിചാർ പ്രകടി കീജിയെ. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താവുജി കെ വ്യവഹാർ സെ മേ ബിൽക്കുൾ സഹമത് നഹി ഹെ. താവുജിയുടെ ഈ പെരുമാറ്റത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. മേരെ വിചാർ മേ സമാജ് മേ ലഡ്കി ലഡ്കിയോം കോ ബരാബർ സ്ഥാൻ മിൽന ഹെ. എൻ്റെ അഭിപ്രായത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സമൂഹത്തിൽ തുല്യ പ്രാധാന്യമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രസംഗಕ್ಕೆ ആധാർ पर गुटली और ताऊजी के बीच का വാർത്താലാപ്. അതല്ലെങ്കിൽ ഉസ് ദിൻ की गुटली की डायरी. ഗുട്ലിയുടെ ഡയറിയും ചോദിക്കുക, അല്ലെങ്കിൽ വാർത്താലാപം ചോദിക്കുക. ഗുട്ലി പറയാണ്, താവുജി യഹ് ആപ്നെ ക്യാ കിയാ. താവുജി, അങ്ങ് ഇത് എന്താ ചെയ്തത്? അപ്പോൾ താവുജി പറയാണ്, ക്യാ ക്യാ ബാത്ത് ഹേ. എന്താ കാര്യം? ക്യാ ക്യാ ബാത്ത് ഹേ. എന്താ കാര്യം? അപ്പോൾ ഗുട്ലി പറയാണ്, ആപ്നെ ദീദി കെ ഷാദി കാ കാർഡ് ദേക്കാത്ത. താവുജി ദീദിയുടെ കല്യാണ കാർഡ് കണ്ടോ? അപ്പോൾ താവുജി പറയാണ്, ദേക്കാത്ത, കണ്ടിരുന്നല്ലോ. അപ്പോൾ ഗുട്ലി പറയാണ്, ഉസ്മേ മേരാ നാം തോ നഹി ഹേ. അതിൽ എൻ്റെ പേരില്ല. അപ്പോൾ താവുജി പറയാണ്, തോ ക്യാ, അതിനിപ്പോൾ എന്താ? അപ്പോൾ ഗുട്ലി പറയാണ്, ആപ്നെ മേരാ നാം ചപ്പുവാന ഭൂൽ ഗയാ താ. അങ്ങ് എൻ്റെ പേര് കാർഡിൽ അടിക്കാൻ മറന്നുപോയി. അപ്പോൾ താവുജി പറയാണ്, ക്യാ ഹുവാ തുമേ. എന്താ പറ്റിയത് നിനക്ക്? ബാത്ത് തോ ജൽദി ബത്താവോ. എന്താ പറ്റിയത്? എന്താ പറഞ്ഞേ? ഇതർ ബഹുത്ത് കാം പടാ. ഇവിടെ ഒരുപാട് ജോലി കിടക്കുകയാണ്. അപ്പോൾ എവിടെ പ്രശ്നം എന്താണ്? കാർഡിൽ പേരില്ല. അപ്പോൾ ഗുട്ലി പറയണ, ആ ബതായിയെ മേരാ നാം ചപ്പുവാന ഭൂൽ ഗയാ ക്യാ. അങ്ങ് പറഞ്ഞ് എൻ്റെ പേരടിക്കാൻ മറന്നു പോയതാണോ? അപ്പോൾ ഫുലാ നഹീരെ. അപ്പോൾ താവുജി പറയണ, മറന്നിട്ടില്ലടി. അപ്പനെ ഗർക്കി ചോരിയാക്കെ നാം കാർഡ് പർ നഹി ചപ്തേ. പെൺകുട്ടിയുടെ പേര് കാർഡിൽ സാധാരണ അടിക്കാറില്ല. ഗുട്ലി ഐസാ ക്യോ. അപ്പോൾ ഗുട്ലി ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ? യഹ് ബിൽക്കുൾ ടീക്ക് നഹി. അത് ചെയ്തത് ശരിയല്ല. അപ്പോൾ താവുജി പറയണ, തേരാ നാം തേരെ അപ്പനെ കാർഡ് മേ ചപ്പേക. നിൻ്റെ പേര് നിൻ്റെ കാർഡിൽ അടിക്കാം. യഹാ നഹി അബ് ഫാഗ് യഹാ സെ. ഇവിടെയില്ല, പൊക്കോ ഇവിടെ നിന്ന് എന്നും പറഞ്ഞവളെ ഓടിച്ച് വിടുകയാണ്. അടുത്ത് ഡയറി ഇടുമ്പോൾ ഡേറ്റ് കൊടുക്കുക. സബേരെ കിത്തിനി ഖുഷി മേ തെ. രാവിലെ ഞാൻ എത്ര ഹാപ്പി ആയിരുന്നു. ദീദിക്ക് ഷാദി മേ ഗർ മെഹ്മാനോ സെ ഭരാത. ദീദിയുടെ കല്യാണത്തിന് വീട്ടിലെ അതിഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ചച്ചേരെ മമ്മിയരെ ഭായി സബ് ബഹൻ ആയേ ഹുയത്തെ. എല്ലാവരും വന്നു. മാമനും മാമിയും കുഞ്ഞമ്മയും കൊച്ചിനും ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. പോയി റോക്ക് ടോക്കിന് ഏതൊരു തടസ്സവും ഇല്ല. ബസ് ഫൂൾ മസ്തി തി. നല്ല സന്തോഷം. മേത്തോ ബെഡി ഉത്സുകത്തി. ഞാൻ വളരെ ആകാംക്ഷയായിരുന്നു. ലേക്കിൻ ജബ് ഷാദി കാ കാർഡായ തബ് മേരാ മുഹ് ഉത്തർ ഗയ. പക്ഷെ കാർഡ് വന്നപ്പോൾ എനിക്ക് ആകെ സങ്കടം തോന്നി. മേരാ നാം തോ ഉസ്മേ നഹി ഹി ഥ.
था ही नहीं. എൻ്റെ പേരാണെങ്കിലോ കാർഡിൽ ഇല്ല. उस भैया के 2 साल वाले बच्चे का नाम देकर मेरा दुख और भी बढ़ गया. ചേട്ടൻ്റെ 2 വയസ്സുള്ള മോൻ്റെ പേര് കാർഡിൽ കണ്ടപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. താവുജി സെ പൂച്ച पर उन्होंने मेरा साथ बहुत अजीब व्यवहार किया. താവുജിയോട് ചോദിച്ചപ്പോൾ താവുജി എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. और मुझे डर भी दिया कि मुझे रोना आए. എന്നെ പേടിപ്പിച്ചു. അത് കാരണം എനിക്ക് കരച്ചിൽ വന്നു. അടുത്തത് ഉൻകി രായ് മേ ഘർ കി ലഡ്കിയോ കാ നാം ഷാദി കെ കാർഡ് पर नहीं छपते. അവരുടെയൊക്കെ അഭിപ്രായത്തിൽ പെൺകുട്ടിയുടെ പേര് കാർഡിൽ അങ്ങനെ അടിക്കാറില്ല. മേരെ മൻ മേം ഇസ്കെ വിരുദ്ധ വിദ്രോഹി കി ഭാവന ഉമടായ ഹെ. എൻ്റെ മനസ്സിൽ ഇത് ഓർത്തപ്പോൾ തന്നെ എനിക്ക് സങ്കടം വരുന്നു. ലഡ്കിയോ കെ സാത്ത് ഹമേഷ ഐസാ ക്യൂ ഹോത്താ ഹെ. എന്തുകൊണ്ടാണ് പെൺകുട്ടികളുടെ അടുത്ത് സമൂഹം ഇങ്ങനെ കാണിക്കുന്നത്? ഇസ്കാ കോയി അന്ത് നഹി ഹെ. ഇതിനൊരു അവസാനമില്ലെന്നാണ് ഗുഡ്ലി ചോദിക്കുന്നത്. അടുത്ത ബच्चे काम पर जाते हैं. पर क्या अंतरिक्ष में गिर गई है सारी गेंदें? क्या दीमके ने खा लिया है सारी रंग बिरंगी किताबों को? क्या काले पहाड़ के नीचे दब गई है सारी खिलौने? क्या किसी भूकंप में टह गई है सारे मदरसों की इमारतें? അപ്പോൾ കവി ചോദിക്കുകയാണ് ക്യാ അന്തരീക്ഷമേ ഗിർ ഗയി ഹെ സാരി ഗേന്ദെ. ആകാശത്ത് പറന്നുപോയോ ഇവരുടെ പന്തുകൾ? ക്യാ ദീമക്കോനെ ഖാലിയ. അതോ ഇവരുടെ ബുക്കുകൾ ചിതലേറ്റതാണോ? സാരി രംഗ് പിരങ്കി കിതാബ്. പല നിറത്തിലുള്ള ബുക്കുകളെല്ലാം ചിതൽപ്പുറ്റ് കൊണ്ടുപോയതാണോ? അതുകൊണ്ടാണ് അവർ സ്കൂളിൽ പോവാതെ ജോലിക്ക് പോകുന്നത്. ക്യാ കാലേ പഹാടിക്ക് നീച്ചെ ദബ് ഗൈ ഹെ സാരി കിലോനെ. ഇവരുടെ ബുക്കുകളും ഇവരുടെ കളിപ്പാട്ടങ്ങളെല്ലാം കാറ്റത്ത് പറന്ന് അപ്പുറത്തെ പർവ്വതത്തിന് ആ കുന്നിൻ മുകളിൽ അകപ്പെട്ടത് കൊണ്ടാണോ? ക്യാ കിസി ഭൂകമ്പമേ ടസ് ഗയി ഹെ സാരി മദ്രസോം കി ഇമാരത്തെ. അതോ ഭൂകമ്പം വന്ന് അവരുടെ കെട്ടിടങ്ങളും സ്കൂളുകളെല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ കുട്ടികൾ അതിരാവിലെ മൂടൽ മഞ്ഞ് സമയത്ത് ജോലിക്ക് പോകുന്നത്? അപ്പോൾ ഇത് ആ കവിതയിൽ വരുന്ന വരികളാണ്. ബച്ചേ കാംപർ ജാരഹേ ഹെ. കവിത കിസ്നെ ലിഖി. ആരാണ് ഈ കവിത എഴുതിയത്? രാജേഷ് ജോഷി. കവിത കി സാമാജിക സമസ്യ പർ അങ്കിത് കിയ ഹെ. ഏത് സാമൂഹിക പ്രശ്നമാണ് കവി ഇവിടെ പറയുന്നത്? ബാലശ്രം. ബാത്തോं को സവാലോं की तरह लिखा जाने से क्या फायदा है? കാര്യത്തെ ചോദ്യം പോലെ ചോദിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഫായദ പ്രയോജനം. बातों को सवालों की तरह लिखे जाने से समस्या की ओर हमारी सोच बढ़ेगी. അതിങ്ങനെ ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ത് ചെയ്യുന്നു? കുറച്ചും കൂടെ വളരും. അതൊരു ചോദ്യമായിട്ട് തന്നെ വരും. സമാധാൻ മിൽനേക്ക് സംഭാവനാഭി മിലേക. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടാനും നമുക്കത് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് കവി ഇങ്ങനെ ചോദ്യമായിട്ടത് ചോദിക്കുന്നത്. കുട്ടികൾ ജോലിക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇനി കവിതയുടെ ആശയം. ഹിന്ദിക്ക് പ്രമുഖ ആധുനിക കവി രാജേഷ് ജോഷി की एक സമസ്യ പ്രധാൻ കവിത ഹെ ബच्चे काम पर जा रहे हैं. ഹിന്ദിയിലെ പ്രമുഖ കവിയായ രാജേഷ് ജോഷിയുടെ ഒരു പ്രധാന കവിതയാണ് ഇത്. बच्चे काम पर जा रहे. यह कविता समाज के गंभीर समस्या ബാലശ്രം കെ ബാരെ മേ ചർച്ച കർ രഹി ഹെ. സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവിടെ കവി എടുത്തു പറയുന്നത്. കുട്ടികൾ ജോലിക്ക് പോകുന്നത്. കവി ദേശ് കെ ചോട്ടെ ചോട്ടെ ബच्चे काम पर जाने को देखकर പരശാൻ ഹോത്തെ ഹെ. കവി നോക്കിയപ്പോൾ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ രാവിലെ ജോലിക്ക് പോകുന്നത് കാണുമ്പോൾ കവിക്ക് അസ്വസ്ഥത തോന്നി. കവി ആകെ ബുദ്ധിമുട്ടി. ഉസ്കെ കാരണം ക്യാ കാരണ ഹോ സക്തെ ഹെ. കവി ചോദിക്കുകയാണ് കുട്ടികൾ ജോലിക്ക് പോകാനുള്ള കാരണം എന്താണ്? ക്യാ യഹാ ബച്ചോ കോ ഖേൽനെ കെ ലിയെ ഗേന്ദ് നഹി ഹെ. കുട്ടികൾക്ക് കളിക്കാൻ പന്തില്ലേ? ഖേൽനെ നഹി ഹെ കിലോനെ നഹി. കളിപ്പാട്ടമില്ലേ? പുസ്തകേ നഹി. പുസ്തകങ്ങളില്ലേ? സ്കൂൾ നഹി. സ്കൂളില്ലേ? ഏ സബ് ഹോത്തേ ഹുയി. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് ബच्चे बचपन की मसा लूटने के ബജാവ് വേ ക്യൂ കാം പർ ജാത്തെ ഹെ. അവർ അവരുടെ കുട്ടിക്കാലം കളിക്കാതെ എന്തിനാണ് ഇങ്ങനെ ജോലിക്ക് പോകുന്നത്? ഇൻ സവാലോ കെ ജവാബ് ढूंढ कर बच्चों को अपना അധികാർ ദിലാനെ കെ ലിയെ ഹമേ കദം ബഡാന ഹെ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ആയിട്ടാണ് കവി ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. ക്യോങ്കി ആജ് കെ ബच्चे കൽ കെ നാഗരിക് ഹെ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. കവിത സരൾ ഹെ ഓർ പാഠകോं के दिल को छूने वाला है. കവിത വളരെ സിമ്പിളാണ്, വായനക്കാരുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒന്നാണ്. അടുത്ത് സഹി മിലാനാണ്. വരി കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷ് മേ ഗിർ ഗയി ഹെ സാരി ഖിലോനെ ദീമക്കോനെ ഖാ ലിയാ ഹെ സാരി ഗേന്ദെ കാലെ പഹാड़ के नीचे दब गए हैं भूकंप में टह गई है सारे मदरसों के इमारतें सारी रंग बिरंगी किताबों को
അപ്പോൾ അന്തരീക്ഷ में गिर गई है എന്താണ് सारी गेंदें दीमकों ने खा लिया है सारी रंग बिरंगे किताबें काले पहाड़ के नीचे दब गए हैं सारे खिलौने किसी भूकंप में ടഹ് ഗയി ഹെ സാരെ മദ്രസോം കെ ഇമാരത്ത്. അപ്പോൾ ആ വരി വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മാച്ച് ദ ഫോളോയിങ് എഴുതാൻ പറ്റും. അടുത്ത് വരുന്നത് വസന്ത് മേര ഗാവാണ്. ഫുൽദേയ് കി വിദായി കെ സാത്ത് വസന്ത് കാ യഹ് ഉത്സവ് സമാപ്ത് ഹോ ജാതാ ഹെ. അപ്പോൾ ഫുൽദേയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. അന്തിമ ദിന് ഇക്കട്ടി കി ഗയി സാമഗ്രി സെ സാമൂഹ്യ ഭോജ് ബനാ ജാതാ ഹെ. അവസാനം എന്ത് ചെയ്യുന്നു, അവർ കളക്ട് ചെയ്ത എല്ലാ സാധനങ്ങൾ കൊണ്ട് സമൂഹ സദ്യ ഉണ്ടാക്കുന്നു. इस आयोजन में बड़ों की भूमिका केवल सलाह देने तक सीमित होती है. അപ്പോൾ ഇതിൻ്റെ മുഖ്യ പങ്ക് മുതിർന്നവരാണ്. മുതിർന്നവർ എന്ത് ചെയ്യുന്നു, മുഖ്യ പങ്ക് കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യും, മുതിർന്നവർ എന്ത് ചെയ്യുന്നു, അവരെ മേൽനോട്ട് നയിക്കും. ബാക്കി സാരേ കാം ബच्चे करते हैं. उत्तराखंड के हिमालय आंचल में फुलदेई से बड़ा बच्चों का कोई दूसरा त्योहार नहीं है. അപ്പോൾ ഫുൽദേയ് ആണ് അവിടുത്തെ ഉത്തരാഖണ്ഡിലെ ഏറ്റവും വലിയ ഉത്സവം. उत्तराखंड के हिमालय आंचल में सबसे बड़ा बच्चों का त्योहार कौन सा है. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശങ്ങളിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവം ഏതാണ്, ഫുൽദേയി. ഫുൽദേയി കാ त्योहार कितने दिन तक मनाया जाता है. എത്ര ദിവസമാണ്, 21 दिन तक. അന്തിമ ദിൻ की വിശേഷത क्या है. അവസാന ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, അന്തിമ ദിൻ ഇക്കട്ടി की गई सामग्री से സാമൂഹ്യ ഭോജ് बनाया जाता है. സമൂഹ സദ്യ ഉണ്ടാക്കുന്നു. അടുത്ത ബच्चे ഫൂലോं को टोकरिया में रखते हैं. കുട്ടികൾ പൂക്കളെ കുട്ടയിൽ വയ്ക്കുന്നു. बच्चों से फूलों को टोकरिया में रखा जाता है. बच्चे സാമൂഹ്യ ഭോജ് बनाते हैं. बच्चों से. അപ്പോൾ ആ സെൻറ്റൻസ് ഇതുപോലെ ആക്കണം, बच्चों से സാമൂഹ്യ ഭോജ് बनाया जाता है. അടുത്ത പിരമിഡാണ്. फौज बनाया जाता है, सामूहिक फौज बनाया जाता है. अंतिम दिन सामूहिक फौज बनाया जाता है. अंतिम दिन इकट्ठी सामग्री से सामूहिक फौज बनाया जाता है. കുറച്ച് സ്പീഡാണ്, കാരണം ലാസ്റ്റാണ് ഇപ്പോൾ ഒരാൾ പറഞ്ഞത് തേർഡിൻ്റെ വീഡിയോ ഇടുന്നു. അപ്പം ഞാൻ ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ സ്പീഡായി കാണുമെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നാളത്തേക്ക് നന്നായിട്ട് പഠിച്ചെഴുതുക. ഇതേ മോഡൽ തന്നെയാണ് നിങ്ങൾക്ക് ആനുവൽ എക്സാമിനും ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പിരമിഡ് എഴുതുമ്പോൾ വരച്ച് തന്നെ എഴുതുക. അതുപോലെ തന്നെ പോസ്റ്റർ ഉത്തരാഖണ്ഡ് സാംസ്കൃതിക സമിതി फुलदेई का त्यौहार 2024 अगस्त 20 से 21. अगस्त 21 को सामूहिक भोजन आयोजन बालसंघ बद्रीनाथ सबका स्वागत. അടുത്ത് വരുന്നത് അപ്പോൾ ഇനി ഇത്രയും ക്വസ്റ്റ്യൻസിലുണ്ട്. ഓക്കെ, നമുക്കതൊക്കെ നോക്കാം. ലാസ്റ്റ് ടൈമാണ്, അപ്പോൾ ഇന്ന് ഇത്രയും നോക്കാൻ പറ്റില്ല, നാളെ രാവിലെ നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത് വരുന്നത് ഫുൽദേയ് കാ त्योहार ആനെ വാല ഹെ ഇസ്കെ ബാരെ में समाचार. ഫുൽദേയ് ഉത്സവം വരെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊരു വാർത്ത. उत्तराखंड इस साल के फुलदेई का त्यौहार अगस्त 20 से 21 तक धूमधाम से मनाने का निश्चय किया है. ഇത്തവണത്തെ ഫുൽദേയ് ഉത്സവം ഓഗസ്റ്റ് 20 മുതൽ 31 വരെ വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കാൻ പോവുകയാണ്. बच्चों का सबसे बड़ा त्यौहार फुलदेई उत्तराखंड में पूरे साल के लिए रौनक बनता है. ഇത് ഈ ഒരു വർഷം മുഴുവൻ അവർ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ്. ഈ साल के सामूहिक भोज का जिम्मेदारी ബാലസംഘ് ബദ്രീനാഥ് की है. ബാലസംഘ് ബദ്രീനാഥാണ് ഇതിൻ്റെ ഫുൾ ചെലവ് ഏറ്റെടുത്തിരിക്കുന്നത്. पूरे उत्तराखंड इस त्योहार का स्वागत के लिए बेसब्री से इंतजार करते हैं. എല്ലാവരും ഈ ഒരു ഉത്സവം ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത ഹതാശ ആണ്. हताशा से एक व्यक्तिയുടെ പാഠം. यदि हम किसी व्यक्ति को उसकी हताशा निराशा असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते അല്ലേ. അപ്പോൾ നിരാശനായൊരു വ്യക്തിയുടെ വിഷമങ്ങൾ നമുക്കൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ വ്യക്തിയുടെ നിരാശ, ഹതാശ, അസഹായത അതൊക്കെ നമ്മൾ തിരിച്ചറിയണം അല്ലേ. അപ്പോൾ വഹ് പ്ലസ് കാ ഉസ്ക. അപ്പോൾ വിനോദ് കുമാർ ശുക്ലയ്ക്ക് അനുസാർ ജാനി ശബ്ദ കാ അർത്ഥ ക്യാ ഹെ. എന്താണ് അറിയുക, എങ്ങനെ അറിയുക, കിസി വ്യക്തിക്കോ ഉസ്കി ഹതാശ നിരാശ അസഹായത യാ സങ്കട സേ ജാൻ. എങ്ങനെയൊക്കെ അറിയണം, ഹതാശ നിരാശ അസഹായത യാ സങ്കട. അടുത്ത് ജാന ശബ്ദ കാ റൂട്ടിഗസ്ത. അതായത് എന്തൊക്കെയാണ്, അപ്പന നാം പത്ര ഉമ്ര ജാതി യാ ഓഹത്തെ സേ ജാന. അടുത്ത് ബീർ ബഹൂട്ടിയിൽ പെൺമേ കുച്ച് സ്യാഹി ബജീത്തി. അവർ പേനിൽ മഷി നിറയ്ക്കാൻ പോണ സംഭവമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, അവർ തറയിലിരുന്ന് ബീർ ബഹൂട്ടിയെ നോക്കുന്നതും
പുതിയ മഷി നിറയ്ക്കാൻ പോകുന്നതും കടയിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു, മഷി തീർന്നത് കാരണം ഇവ ഇങ്ങനെ കുടഞ്ഞ് കളയാണ്. അപ്പോൾ കടക്കാരൻ പറഞ്ഞ ഡയലോഗ് എന്താണ്, മേഘങ്ങൾ ഇരുണ്ട് വരുന്നത് കാണുമ്പോൾ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ ഒന്നും മുൻകൂട്ടി കാണാതെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വിചാരിക്കാൻ പാടില്ല. അപ്പോൾ ഉണ്ടായിരുന്ന പേനയുടെ മഷി സാഹിൽ എന്ത് ചെയ്തു, തറയിൽ കുടഞ്ഞു കളഞ്ഞു. അതാണ് സന്ദർഭം. അപ്പോൾ നൈ സ്യാഹിമേ വിശേഷണം വരുന്നത് നൈ. സാഹിൽ ഓർ ബേല ക്യൂ ദുക്കാൻ പോയി, എന്തിനാ കടയിലെത്തിയത്, പെൻമേ നൈ സ്യാഹി ഫർവാനേക്കിലെ, പേനയിൽ പുതിയ മഷി നിറയ്ക്കാൻ. അടുത്തത് ബാദൽ കോ ദേക്കർ ഖടേ കോ നഹി ഡുലാന ചാഹിയെ, ദുക്കാൻദാറിനെ ഐസാ ക്യൂ കഹ. മേഘങ്ങൾ ഇരുണ്ട് വരുന്നത് കാണുമ്പോൾ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കാൻ പാടില്ല. അപ്പോൾ ലേഖനം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, ലേഖനമല്ല കടക്കാരെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്. സാഹിലിനെ സ്യാഹി ഫർവാനേക്ക നിശ്ചയിക്കുക, സാഹിൽ എന്ത് ചെയ്തു, മഷി നിറയ്ക്കാൻ വേണ്ടി നിശ്ചയിച്ചു. തോ ഉസ്നെ കലമേ ബച്ചി ഹുയി സ്യാഹി സെമീൻ പർ ചിടക് ദിയ, അപ്പോൾ അവ എന്ത് ചെയ്തു, ഉണ്ടായിരുന്ന മഷിയെ തറയിൽ കുടഞ്ഞു കളഞ്ഞു. ദുക്കാൻ പहुंचने पर वहाँ സ്യാഹി നഹി ത, കടയിലെത്തിയപ്പോൾ അവിടെ മഷിയില്ല. തബ് ദുക്കാൻദാറിനെ ഐസാ കഹ, അപ്പോഴാണ് കടക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. കഹനെ കാ മത്ലബ് ഹേ കി കിസി ബാത് പർ കേവൽ അന്താസ ലേക്കർ കാം കർണ ഉചിത് നഹി ഹേ, അപ്പോൾ നമ്മളൊന്നും മുൻകൂട്ടി നിശ്ചയിക്കാൻ പാടില്ല. ഇനി അടുത്ത് വരുന്നത് പട്കഥയാണ്. ഇസ് പ്രസംഗ് കോ ലേക്കർ സഹേലി കെ നാം പർ ബേല കാ പത്ര, കത്ത് ചോദിക്കാം. അടുത്ത് വരുന്നത് ജയ്പൂർ കാ പുലാര ജംഗ്ഷൻ. അപ്പോൾ ഒന്നീ പട്കഥ എഴുതുക അല്ലെങ്കിൽ കത്ത് എഴുതുക. ഇപ്പോൾ ഇവിടെ പട്കഥ കൊടുത്തിരിക്കുന്നത് ജയ്പൂർ കാ പുലേര ജംഗ്ഷൻ, സ്റ്റേഷനറി കി ഏക് ദുക്കാന്, സമയ സവേരെ 9:30 ബജെ, പാത്ര സാഹിൽ ഒരു ബേല, സാഹിൽ 11 സാൽ കാ സുന്ദർ ലടുക്ക, 11 വയസ്സുള്ള ഒരു സുന്ദരനായ കുട്ടി, വർത്തി പഹനി ഹെ, യൂണിഫോം ധരിച്ചിട്ടുണ്ട്, പരേഷാൻ ഹെ, അസ്വസ്ഥനാണ്. അടുത്ത ബേല എന്ന് പറയുന്നത് 11 സാൽ കി സുന്ദർ പ്യാരി ലടുക്കി, 11 വയസ്സായ ഒരു സുന്ദരി, വർത്തി പഹനി ഹെ, യൂണിഫോം ധരിച്ചിട്ടുണ്ട്, ജൽദി മെ ഹെ, അവർ തിടുക്കത്തിലാണ്. അപ്പോൾ ദുക്കാൻദാർ പറയാണ് 50 സാൽ കാ ലംബ ആദ്മി, കടക്കാരൻ ഒരു 50 വയസ്സുള്ളൊരു നീളമുള്ള ഒരാൾ, മുഹമ്മേ മുസ്കാന, നല്ല പുഞ്ചിരിയുണ്ട്. ഇനി സംവാദ്. ബേല ജൽദി മേഹെ, തിടുക്കത്തിലാണ്. ജി ഏക് പെൻ സ്യാഹി ഫർദോ, മഷി നിറയ്ക്കണം. ശാന്ത് ഭാവ്സെ, അപ്പോൾ കടക്കാരൻ വളരെ ശാന്തതയോടെ, ബേട്ട സ്യാഹി കി ബോത്തൽ അഫി അഫി കാലി ഹോ ഗയി, ഇപ്പം എന്താ പറഞ്ഞത്, ബേട്ട മോനെ സ്യാഹി കി ബോത്തൽ അഫി അഫി കാലി ഹോ ഗയി ഹെ, ബാപ്രേ അബ് ക്യാ കരെ, അപ്പോൾ സാഹിൽ പറയാണ് ബാപ്രേ അയ്യോ, അബ് ക്യാ കരെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ ദുക്കാൻദാർ പറയാണ് അബ് തോ കൽ ഹി മിൽ പായേഗി, ഇനിയിപ്പോൾ നാളെ കിട്ടത്തുള്ളൂ. അപ്പം ബേല പറയാണ് ലേക്കിൻ ഇസ്നെ തോ പെൻമേ ജോ സ്യാഹി ബച്ചി തി ഉസേ സെമീൻ പർ ചിടക് ദിയ, പക്ഷേ ഇവനാണെങ്കിലോ ഉണ്ടായിരുന്നത് തറയിൽ കുടയുകയും ചെയ്തു. അപ്പോൾ ദുക്കാൻദാർ പറയുന്ന ഡയലോഗാണ് ബാദൽ കോ ദേക്കർ ഖടേ കോ നഹി ഡുലാന ചാഹിയെ. ഇനി ഈ സന്ദർഭം വെച്ച് തന്നെ കത്ത് എഴുതാം. തും കൈസേ ഹോ, നിനക്ക് സുഖമാണോ. ആജ്കൽ തേരി കോയി ഖബർ നഹി, ഇപ്പോൾ നിൻ്റെ ഒരു വിവരവും ഇല്ല. പടായി കൈസി ചൽ രഹി, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു. യഹാ തോ ബാരിഷ് കാ മൗസം ഹെ, ഇവിടെ ഇപ്പോൾ മഴ സീസണാണ്. ഖേത്ത് മേ ഡേർ സാരി ബീർ ബഹൂട്ടിയ, വയലാണെങ്കിൽ നിറച്ചും ബീർ ബഹൂട്ടിയ. മേ സാഹിൽ കെ സാത്ത് സ്കൂൾ കെ ലിയെ കുച്ച് സമയം പഹലെ നിക്കലാത്തി ഹോ, ഞാനാണെങ്കിൽ ആ സാഹിലിനോടൊപ്പം സ്കൂളിൽ പോകുന്നതിന് കുറച്ച് നേരത്തെ പോകും. എന്തിനാ, ബീർ ബഹൂട്ടി നോക്കാൻ വേണ്ടി. ബീർ ബഹൂട്ടിയും കോ കോച്ചത്തെ സമയം കാ പത്താഫി നഹി ചലത്ത, ബീർ ബഹൂട്ടി അന്വേഷിക്കുമ്പോൾ സമയം പോകുന്നത് അറിയാൻ കഴിയുന്നില്ല. കൽ ഏക്ക് മസേദാർ ബാത്ത് ഹുയി, എന്നൊരു രസകരമായ കാര്യം നടന്നു. പഹലി കണ്ടി ബച്ചനെ പർ ഹം ദോനോ സ്കൂൾ കേലിയെ ദൗഡ്നയിലേക്ക്, ബെല്ലടിച്ചപ്പോഴേക്കും ഫസ്റ്റ് ബെല്ലടിച്ചപ്പോഴേക്കും നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഓടി. കി സാഹിലിനെ കഹാ കി ഉസ്കെ പെൻ മേ സ്യാഹി ഫർവാന ഹെ, അപ്പോഴാണ് സാഹിൽ പറയുന്നത് പേനയിൽ മഷി നിറയ്ക്കണം. പഹല പിരീഡ് തോ സുരേന്ദ്ര മാഡ് സാബ് കാ ത, ഫസ്റ്റ് പീരീഡ് എന്നുള്ളത് സുരേന്ദ്ര മാഡ് സാബിൻ്റെ പീരീഡാണ്. ഹം ദോനോ പരേഷാൻ ഹോക്കർ രാമു കാക്ക കി ദുക്കാൻ പहुंचे, നമ്മൾ അസ്വസ്ഥനായിട്ട് രാമു കാക്കയുടെ കടയെത്തി. ഉസ്കെ പഹലെ ഈ സാഹിൽ ബച്ചി ഹുയി സ്യാഹി കോ സെമീൻ പർ ചിടക്ക് ചുക്കാത്ത, അതിനു മുമ്പേ സാഹിൽ എന്ത് ചെയ്തു, ഉണ്ടാകുന്ന പേനയെ കുടഞ്ഞു. പണ്ട് ഹീറോ പേനല്ലേ, അപ്പോൾ മഷി കുടഞ്ഞിട്ട് വേണം ബാക്കി നിറയ്ക്കേണ്ടത്. ദുക്കാൻ പർ സ്യാഹി ഖാലി ഹോ ചുക്കി തി, അവിടെ ചെന്നപ്പോൾ മഷി തീർന്നു. യഹ് ജാൻകർ കാക്കാനെ ബത്തായ കി ബാദൽ കോ ദേക്കർ ഖടേ കോ നഹി ഡുലാന ചാഹിയത്, കേട്ടപ്പോഴാണ് കാക്ക പറയുന്നത് മേഘങ്ങൾ ഇരുണ്ട് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മുൻകൂട്ടി നിശ്ചയിക്കാൻ പാടില്ല. തുമേം इसका मतलब मालूम है किसी बात पर केवल अंदासा लेकर काम करना उचित नहीं है, ഒരു കാര്യവും നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കാൻ പാടില്ല.
ആജ് ഏക് നയ സബക് മില എന്നൊരു പുതിയ പാഠം കിട്ടി. കഫി കഫി ലിഖാ കരോ യാർ ദീപാവലി കി ചുട്ടിയാമേ മിൽനെ കി പ്രതീക്ഷാമേ. ഇടയ്ക്കിടയ്ക്ക് നിനക്ക് സമയം കിട്ടുമ്പോൾ എഴുതുക, ദീപാവലി അവധിയിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് സഹേലി. അപ്പോൾ ഇതാണ് കൂട്ടുകാരിക്ക് എഴുതുന്ന കത്ത്. അപ്പോൾ ഇത്രയാണ് 2023 വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്കിലോട്ട് എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, 3 മോഡലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഫുൾ A+ ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുന്നൊരു 3 ദിവസത്തെ ക്ലാസ് വേണമെങ്കിൽ 9400773625 വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. നിങ്ങളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം മെസ്സേജ് അയയ്ക്കുക, പരീക്ഷ എളുപ്പമുണ്ടായിരുന്നു എങ്ങനെയെന്നുള്ള കാര്യം. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഈ സമയത്താണ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഒത്തിരി ലേറ്റായി, അതുപോലെ ഇത്തിരി കുറച്ച് സ്പീഡായി പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും വീഡിയോസും അതുപോലെ തന്നെ 2020, 2023, 2024 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.